ഹായ്, വെൽക്കം ടു SAP. ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻ്റ് ശ്രദ്ധിക്കണമെന്നുള്ളത് നിരവധി ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ്. സോ അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും ആദ്യം തന്നെ പരിശോധിക്കേണ്ടതുമായ രേഖ എന്ന് പറയുന്നത് അതിൻ്റെ ആധാരവും മുന്നാധാരങ്ങളുമാണ്. ഒരു ഭൂമിയുടെ ആധാരത്തിൽ രണ്ട് കക്ഷികളാണുള്ളത്, ഒന്നാം കക്ഷിയും രണ്ടാം കക്ഷിയും. ഒന്നാം കക്ഷി എന്ന് പറയുന്നത് ഭൂമി വിൽക്കുന്ന ആൾ, അതായത് നിലവിലത്തെ ഓണർ. രണ്ടാം കക്ഷി എന്ന് പറയുന്നത് വാങ്ങിക്കുന്ന ആൾ, അത് നിങ്ങൾ ആകാം. അതുപോലെ സ്ഥലത്തിൻ്റെ അതിരുകൾ, സർവേ നമ്പർ, റീസർവേ നമ്പർ, താലൂക്ക്, ബ്ലോക്ക്, ജില്ല, അങ്ങനെ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും അടങ്ങുന്ന ഒരു രേഖയ്ക്കാണ് നമ്മൾ ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ മുന്നാധാരം എന്ന് പറയുന്നത് നമ്മുടെ പേരിൽ ഒരു പുതിയ ആധാരം വന്നു കഴിയുമ്പോൾ നമ്മളുടെ പഴയ ഓണർ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ആ ആധാരം നമ്മളുടെ പ്രോപ്പർട്ടിയുടെ മുന്നാധാരമായി മാറുന്നു. ചില പ്രോപ്പർട്ടികൾക്ക് അങ്ങനെ റീസെയിൽ പോകുന്നതനുസരിച്ച് നിരവധി മുന്നാധാരങ്ങൾ ഉണ്ടാകുന്നതാണ്. നമ്മൾ ഈ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് സെല്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ ആധാരം വാങ്ങുന്നയാളുടെ മുന്നാധാരമായി മാറുന്നു. അപ്പോൾ ആധാരവും മുന്നാധാരവും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ആധാരത്തിലും മുന്നാധാരത്തിലും പരിശോധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് സർവേ നമ്പർ, സബ് ഡിവിഷൻ നമ്പർ, ബ്ലോക്ക് നമ്പർ. ഇതെല്ലാം ഒരു ഹ്യൂമൻ ഇരുന്ന് ചെയ്യുന്ന, കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നതെങ്കിലും ഒരു ഹ്യൂമൻ ടച്ച് ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ നമ്പറിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നീട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. അതുപോലെ ചില ആളുകളുടെ പേരിലുള്ള കോംപ്ലിക്കേഷൻ, നാട്ടിലറിയപ്പെടുന്ന ഒരു പേരിലായിരിക്കത്തില്ല അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റുകൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ആധാർ കാർഡ് അല്ലെങ്കിൽ എന്ത് ഡോക്യുമെൻ്റാണോ നിങ്ങൾ റെഫർ ചെയ്യുന്നത് അതിലെ പേരുകൾ കൃത്യമായിട്ടാണ് നമ്മളുടെ ഡോക്യുമെൻറ്റിൽ, അതായത് രജിസ്ട്രേഷൻ ആധാരത്തിൽ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ ഈ ആധാരത്തിൽ പറഞ്ഞിരിക്കുന്ന മുന്നാധാരത്തിൻ്റെ നമ്പർ, അതുപോലെ വർഷം, അത് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഇതെല്ലാം ചെയ്യുന്നത് ഹ്യൂമൻ ആയതുകൊണ്ട് തന്നെ ഇറർ സംഭവിക്കുന്നത് സർവ്വസാധാരണമാണ്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പഴയ ഓണറോട് പറഞ്ഞ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഡീലിലേക്ക് പോവുക. അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആധാരത്തിന് വെക്കുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആണ്. ഉദാഹരണത്തിന് ഒരു വ്യക്തി ആ പ്രോപ്പർട്ടിയുടെ ഒരു വിൽപ്പത്രം എഴുതി വെച്ചതിന് ശേഷം മരണപ്പെടുകയാണെങ്കിൽ, അപ്പോൾ മരണപ്പെട്ട ആളുടെ അവകാശിയിൽ നിന്നാണ് നിങ്ങൾ ഈ ഭൂമി വാങ്ങുന്നതെങ്കിൽ മരണപ്പെട്ട ആളുടെ പേരിലുള്ള ആധാരം, വിൽപ്പത്രം, വസിയത്ത്, മരണ സർട്ടിഫിക്കറ്റ്, അദ്ദേഹത്തിൻ്റെ അനന്തര അവകാശികളെ തെളിയിക്കുന്ന ലീഗൽ സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ എല്ലാം നമ്മുടെ ആധാരത്തോടൊപ്പം ചെയ്തെങ്കിൽ മാത്രമേ ആ ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ചില സാഹചര്യങ്ങളിൽ ഗഹാൻ അല്ലെങ്കിൽ ഒഴിവുമുറി പോലത്തുള്ള അല്ലെങ്കിൽ ഗസറ്റിൽ പരസ്യം ചെയ്യുക, ഇതുപോലുള്ള ചില ഡോക്യുമെൻറ്റും ആവശ്യമായി വരാം. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻ്റാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ആ ഡോക്യുമെൻറ്റിൽ അല്ല ആ ആധാരത്തിന് ആവശ്യമായി വരുന്നത് അത് കൃത്യമായി അതിനോടൊപ്പം അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം ആധാരത്തിലെ തിരുത്തലാണ്. തിരുത്തൽ അറിഞ്ഞുകൊണ്ടാകാം, അറിയാതെയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകളുണ്ടെങ്കിൽ അത് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുക. പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നിങ്ങൾ ആ പ്രോപ്പർട്ടി ഡീലിലേക്ക് പോകാവൂ. അപ്പോൾ നിങ്ങൾ ആ ഡീലിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ ആധാരവും മുന്നാധാരവും വിശദമായി പരിശോധിക്കുക. ആധാരം തന്നെ പല തരത്തിലുണ്ട്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ഞാൻ ചെയ്തു തരുന്നതാണ്. അതുപോലെ അടുത്തതായി പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ലേറ്റസ്റ്റ് ലാൻഡ് ടാക്സ് കോപ്പിയാണ്, അതായത് കരമടച്ച രസീത്. ലേറ്റസ്റ്റ് കരമടച്ച രസീത് ഇല്ല എങ്കിൽ ആ ഭൂമിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പമുള്ളത് കൊണ്ടാകാം സർക്കാർ അതിൻ്റെ കരം റിസീവ് ചെയ്യാത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം, ഭൂമി ഏത് ഇനത്തിൽപ്പെട്ടതാണ്. 3 തരത്തിലാണ് ഭൂമിയുള്ളത്: പുരയിടം, തോട്ടം, നിലം. അത് കൂടാതെ പല ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നുണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ പറഞ്ഞ് പോവുകയാണ്. ഒരു ഭൂമി ഏത് തരമാണെന്നറിയാൽ അതിൻ്റെ BTR പരിശോധിച്ചാൽ മതിയാകും. BTR എന്നാൽ ബേസിക് ടാക്സ് രജിസ്റ്റർ എന്നാണ്. സോ അതിൽ നമ്മുടെ ഭൂമി ഏത് തരമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നിങ്ങൾ BTR പരിശോധിക്കുമ്പോൾ അതിൽ നിലമെന്നാണ് കാണുന്നതെങ്കിൽ അടുത്തതായി പരിശോധിക്കേണ്ട രേഖ ഡേറ്റാ ബാങ്കാണ്. അപ്പോൾ ഡേറ്റാ ബാങ്കിൽ ഈ ഭൂമി ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അടുത്തതായി ചെയ്യേണ്ടത് നിങ്ങൾ ബിൽഡിംഗ് പെർമിറ്റ് അവിടെ കിട്ടുമോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുന്നതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ആ ഭൂമി വാങ്ങാവുന്നതാണ്. നേരെ മറിച്ച് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടാൻ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടാൽ നിങ്ങൾ ആ ഡീലിൽ നിന്ന് പിന്മാറുക. അടുത്തതായി നിങ്ങൾ പരിശോധിക്കേണ്ട രേഖ അതിലെന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത, എന്തെങ്കിലും തരത്തിലുള്ള ലോണോ മറ്റോ എടുത്തിട്ടുണ്ടെന്ന് നോക്കുക. സോ അതിനുവേണ്ടി നിങ്ങൾ പരിശോധിക്കേണ്ട രേഖ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് ആണ്, അഥവാ ബാധ്യത സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തതായി പരിശോധിക്കേണ്ട രേഖ പൊസഷൻ സർട്ടിഫിക്കറ്റ് ആണ്, അഥവാ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. അടുത്തതായി വേണ്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ സ്കെച്ച് ആൻഡ് സർട്ടിഫിക്കറ്റ് ആണ്. ഇത്രയും രേഖകൾ എല്ലാം നിങ്ങൾ പരിശോധനയ്ക്ക് ശേഷം എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി ഡീലിലേക്ക് കടക്കാവുന്നതാണ്.
സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. അനീഷ് റസീദർ സൈനിങ് ഓഫ്.